അപ്പോൾ ഫസ്റ്റ് സർജറി ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി, ഫസ്റ്റ് ഡെലിവറി മാം ഡെഫിനറ്റ്ലി ഓർക്കുന്നുണ്ട്. ആ കുട്ടിക്ക് നമ്മൾ ഇന്നും 10 വർഷമായിട്ട് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കറക്റ്റ് ഡേ ആ കുട്ടിയുടെ അമ്മ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ഞാൻ ഓർക്കുന്നത് ആസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു കോള്, ഒരാഴ്ച മുമ്പുള്ള ഒരു കോൾ, എവിടെയാണെന്നുള്ളൊരു കോള് കിട്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അതൊരു ഡോക്ടർ തന്നെയായിരുന്നു. അതെ, പേഷ്യൻ്റ് ഡോക്ടറായിരുന്നു. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, നമ്മൾ വളരെ റോ ആയിരുന്ന ഒരു സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് സർജറിക്ക് വന്നത് ഡോക്ടർ മായ എന്നുള്ള ഒരു പേര് കൊണ്ട് മാത്രമാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മാം ഷെയർ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് അന്ന് ഇവിടെ ഫെസിലിറ്റീസ് ആവുന്നതേ ഉള്ളൂ. ലേബർ റൂം ഇവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ് വെച്ചിട്ട് പേഷ്യൻസിനെ കാണുന്നുണ്ട്. ലേബർ റൂം എന്ന് പറഞ്ഞൊരു ഇതായിട്ടില്ല. നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു റൂമാണ് നമ്മൾ അതിന് വേണ്ടി സെറ്റപ്പ് ചെയ്തത്. ഒരു ഡെലിവറി കോട്ട്, പിന്നെ ബേബീനെ റിസീവ് ചെയ്യാനുള്ള ആ ബേബിയുടെ കെയറിനുള്ള അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട്, അപ്പം ഞാൻ എന്നിട്ട് പേഷ്യൻ്റ് ഇവിടെ ഡെലിവറി ചെയ്യണമെന്ന് പറയുമ്പോഴും ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡിസ്കറേജ് ചെയ്തു. ഞാൻ പറയും നമ്മുടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടില്ല, എക്യുപ്ഡ് ആയിട്ടില്ല. പക്ഷേ ഷീ വാസ് വെരി കോൺഫിഡൻറ്റ്. അത് എന്നോടുള്ള ഒരു സ്നേഹവും ഒരു വിശ്വാസവും കാണിച്ചപ്പോൾ നമുക്കും അതൊരു കോൺഫിഡൻസ് ആണല്ലേ. പിന്നെ എൻ്റെ ഒരു ടീം, ആ സമയത്തുണ്ടായിരുന്ന ലേബർ വാർഡ് സിസ്റ്റർ, പിന്നെ കൂടെയുള്ള എല്ലാവരും, അപ്പോൾ നമുക്കതൊരു ഭയങ്കര അത് ചെയ്തതൊരു സന്തോഷവും